ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ലഞ്ച് പ്രിപ്പറേഷൻ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ കറി എന്ന് വെച്ചാൽ സാമ്പാറാണ്. അപ്പോൾ സാമ്പാറെല്ലാം വെജിറ്റബിൾസെല്ലാം കട്ട് ചെയ്ത് പരിപ്പ്, നമ്മൾ ഈ പരിപ്പാണ് കൂടുതൽ സാമ്പാറിന് ഉപയോഗിക്കാറുള്ളത്. സാമ്പാർ പരിപ്പ് ഈ ഒരു പരിപ്പാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ പരിപ്പ് കഴുകി സാമ്പാർ കഷ്ണങ്ങളൊക്കെ കുക്കറിൽ മുറിച്ചിട്ടിട്ട് പരിപ്പ് ഇട്ടിട്ട് പിന്നെ സാമ്പാർ പരിപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അത് പ്രഷർ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ച് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ഒരു കിണ്ണത്തിലേക്ക് നമ്മൾ ദോശമാവ് ഒഴിച്ച്, ദോശമാവ് പച്ചരിയും കുറച്ച് ചോറുള്ളൊരു ദോശ മാവാണ് അരച്ചിട്ടുള്ളത്. പൊതുവേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ് ആക്കാറുള്ളത്, ദോശ. ആ സമയത്തിന് വറവിലേക്കുള്ള ഇതും കൂടി ആക്കിയത്. പിന്നെ ദോശ ഇതാ നല്ല ചുട്ട് നല്ല പൊരിഞ്ഞ ദോശ കിട്ടിയിട്ടുണ്ട്. വറവിന് വേണ്ട കോയക്ക, പയർ, ഉള്ളി, തേങ്ങ, മുളക് പൊടി എല്ലാം ഇട്ടിട്ട് പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഒരു ചട്ടിയിൽ എല്ലാം ഇടാൻ എണ്ണ ഒഴിക്കണ്ട, അതിന് മുന്നേ തന്നെ ഈ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് അടിച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് വരെ അടിച്ച് വെക്കുക, വേവുന്ന വരെ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് വെക്കാം. പിന്നെ ആ സമയം കൊണ്ട് മുറ്റത്ത് പോയിട്ട് കുറച്ച് കരിയാമ്പില പറിച്ച് കുട്ടികൾക്ക് ചെറിയ ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ ദോശ എടുക്കലാണ് കേട്ടോ. അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. സാമ്പാറൊക്കെ വെന്ത് വന്ന് അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് കാച്ചാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ വെണ്ടയില്ലേ, വെണ്ട ഇതുപോലെ നടുവേ കയറിയിട്ട് കുറച്ച് കടുകും കരിയാമ്പലിയും ഇട്ടിട്ട് ഒന്ന് കാച്ചെടുക്കാം. ഫസ്റ്റ് വെണ്ട ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്കിടുക, എന്നിട്ട് പിന്നെ എണ്ണയും കടുകും പൊട്ടിച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നമ്മൾ സാമ്പാർ റെഡിയായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നല്ല ദോശയും സാമ്പാറെല്ലാം കഴിച്ച് ഒരു കോഫിയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വറവായിട്ടുണ്ട്. അപ്പോൾ വറവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കാച്ചി വയ്ക്കണം. അതിന് കുറച്ച് വെളിച്ചെണ്ണയും കടുകും ജീരകവും നല്ലോണം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച നമ്മുടെ വറവിലേക്ക് ഇതിങ്ങോട്ട് കാച്ചി വയ്ക്കാം. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് കാര്യമായിട്ട് ഫ്രൈ ഐറ്റംസ് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഉച്ചക്ക് നല്ല വഴുതനങ്ങ പൊരിക്കാമെന്ന് വിചാരിച്ച്. എപ്പം മീനും അതന്നെ വേണമെന്നില്ല, ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. അങ്ങനെ വഴുതനയിൽ കുറച്ച് ഉപ്പ്, മുളക്, മഞ്ഞളെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിന് വഴുതന കിച്ചണൊക്കെ ക്ലീനാക്കി ആ സമയത്ത് നമ്മുടെ വഴുതനയും കൂടി റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഇങ്ങനെ മുരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു ഭാഗത്ത് നമ്മുടെ ചോറും ആയിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ വാർക്കാൻ വെച്ച് ഫസ്റ്റ് റൈസ് കുക്കറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ വാർക്കൽ. ഫുൾ ഗ്യാസിൽ ചോറ് വേവുന്നവരൊക്കെ ഇല്ല. പിന്നെ ഒരു 11 മണിയെല്ലാം ആകുന്ന സമയത്ത് നമ്മുടെ ചെറിയൊരു ഗാർഡനിലേക്ക് പോയിട്ട് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ കെട്ടിയിട്ടുണ്ടായിന്, അത് ചാടി. അങ്ങനെ കസ്റ്റാർഡ് ആപ്പിൾ കിട്ടിയിട്ടില്ല, അതൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിന്. സമയം കൊണ്ട് റംബൂട്ടാനൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ റംബൂട്ടാനെല്ലാം പറിച്ച്, ഇത് നാടൻ റംബൂട്ടാനാണ് കേട്ടോ, നമ്മളെ വീട്ടിൽ പിടിച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ച് റംബൂട്ടാനൊക്കെ എടുത്ത് ഞാൻ കുറച്ചെടുത്ത് പിന്നെ കസ്റ്റാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. ഒന്ന് മാത്രമേ കരിഞ്ഞു പോയിട്ടുള്ളൂ, ഒന്ന് കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ ഗാർഡൻസൊക്കെ നോക്കി, മഴ ആയിക്കൊണ്ട് നല്ല പൂക്കളൊക്കെ നല്ല രസത്തിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാം പണിയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചോറും സാമ്പാറും വറവും നല്ല വഴുതനങ്ങ പൊരിച്ചും ഒരു ഗ്ലാസ് മോരും കൂടി കഴിച്ചിട്ട് അങ്ങനെ അന്നത്തെ ഉച്ച റാഹത്തോടെ കംപ്ലീറ്റായി. അപ്പം കുറേ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.